നമ്മളിന്ന് ഭൂതബംഗ്ലാവ് എന്ന് വിളിക്കുന്ന പല സ്ഥലങ്ങളും ഒരു കാലത്ത് സ്നേഹവും ജീവിതവും നിറഞ്ഞ വീടുകളായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ അവിടുത്തെ കഥ പൂർണ്ണമായി പറയാൻ ഇന്നും ആളുകൾ മടിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടിയുടെ കാടുകൾക്കിടയിൽ മേഘങ്ങൾ പോലും താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രദേശം ബോണക്കാട്. ഇതൊരു കഥയല്ല, ഇതൊരു മനുഷ്യ ദുരന്തത്തിൻ്റെ ഇന്നും അവസാനിക്കാത്ത പ്രതിധ്വനിയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം. ബ്രിട്ടീഷുകാർ കേരളത്തിലെ മലനിരകളിൽ തേയിലയും കാപ്പിയും വളർത്താൻ തുടങ്ങിയ സമയം. ബോണക്കാട് അവരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു. തണുപ്പ്, കൂടിയ മഴ, കാടുകളുടെ നടുവിലെ യൂറോപ്യൻ കാലാവസ്ഥയുടെ ഓർമ്മ. അങ്ങനെയാണ് ഒരു വലിയ ബംഗ്ലാവ് കാടിനുള്ളിൽ പണിയപ്പെടുന്നത്. ഇന്ന് നാം വിളിക്കുന്ന ബോണക്കാട് ബംഗ്ലാവ്. അതൊരു സാധാരണ ഔദ്യോഗിക ക്വാർട്ടേഴ്സ് ആയിരുന്നില്ല. അതൊരു ബ്രിട്ടീഷ് പ്ലാന്റേഷൻ ഓഫീസറുടെ വീടായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർ ഇന്നും പറയുന്നു, ബ്രിട്ടീഷ് രേഖകളിൽ കാണാത്ത പക്ഷേ തലമുറകളായി പറയപ്പെടുന്ന ഒരു പേരുണ്ട്, മിസ്സിസ് എലീനർ. ബ്രിട്ടീഷ് ഓഫീസറുടെ ഭാര്യ, സുന്ദരി, പിയാനോ വായിക്കുന്നവൾ, വൈകുന്നേരങ്ങളിൽ ബംഗ്ലാവിൻ്റെ ജനലരികിൽ നിൽക്കുന്നവൾ. പഴയ തൊഴിലാളികൾ പറയുന്നു, അവരുടെ ചിരി കാടിനുള്ളിൽ വരെ കേൾക്കുമായിരുന്നു. പക്ഷെ അവൾ ബോണക്കാടിനോട് സന്തോഷമായിരുന്നില്ല. കാടുകൾ, മഴ, വർഷങ്ങളോളം മറ്റൊരു യൂറോപ്യൻ സ്ത്രീയെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. ഭർത്താവ് ദിവസം മുഴുവൻ പ്ലാന്റേഷനിൽ, അവൾ ബംഗ്ലാവിൽ ഒറ്റയ്ക്കായിരുന്നു. പഴയ ഡയറി കുറിപ്പുകളുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അവയിൽ എഴുതിയിരുന്നതായി പറയുന്നു, ഈ കാടിനെ നോക്കുന്നു, രാത്രിയിൽ ഇത് ശ്വസിക്കുന്നു. അങ്ങനെയിരിക്കെ കടുത്ത മഴയുള്ള ഒരു രാത്രി. ഭർത്താവ് പ്ലാന്റേഷൻ ക്യാമ്പിൽ തന്നെ താമസിച്ചു. അന്ന് രാത്രി ബംഗ്ലാവിൽ മിസ്സിസ് എലീനർ മാത്രം. അടുത്ത ദിവസം അവളെ കാണാതെയായി. ബംഗ്ലാവ് മുഴുവനും അവളെ തെരഞ്ഞു, പക്ഷെ അവളെ കാണാനായില്ല. കാട് മുഴുവൻ തെരഞ്ഞു, അവളെ കണ്ടില്ല. അവളുടെ മൃതദേഹം പോലും കണ്ടുകിട്ടാനായില്ല. ബ്രിട്ടീഷ് ഭരണകൂടം ഔദ്യോഗികമായി ഇങ്ങനെ കുറിച്ചു, കാട്ടിലേക്ക് പോയി, കാണാതെയായി, വന്യമൃഗങ്ങളുടെ ആക്രമണമാവും എന്നിങ്ങനെയാണ് ഫയൽ ക്ലോസ് ചെയ്തത്. പക്ഷേ അവിടെ ജോലി ചെയ്തിരുന്ന പ്രദേശ തൊഴിലാളികൾ അതൊരിക്കലും വിശ്വസിച്ചില്ല. കാരണം അവളെ അവസാനമായി കണ്ടവർ പറയുന്നു, അവൾ കരഞ്ഞ് കണ്ടിട്ടില്ല, പേടിച്ച് കണ്ടിട്ടില്ല, മറിച്ച് വളരെ ശാന്തയായിരുന്നു. അവളെ കാണാതായതിനു ശേഷം ബംഗ്ലാവിൽ താമസിക്കാൻ വന്ന അടുത്ത ബ്രിട്ടീഷ് ഓഫീസർ 3 മാസത്തിനുള്ളിൽ സ്ഥലം വിട്ടു. കാരണം രാത്രിയിൽ പിയാനോയുടെ ശബ്ദം, മുകളിലെ നിലയിൽ നടക്കുന്നതിൻ്റെ ശബ്ദം, ജനലിലൂടെ നോക്കുന്ന സ്ത്രീയുടെ നിഴൽ. അവസാനം ബംഗ്ലാവ് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബംഗ്ലാവ് ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒരു രാത്രി പോലും പൂർണ്ണമായി അവിടെ താമസിച്ചില്ല. 1980-കളിൽ ഒരു യുവ ഫോറസ്റ്റ് ഗാർഡ് രാത്രി ഡ്യൂട്ടിക്ക് പറഞ്ഞു, എന്നെ ആരോ കം ഹിയർ എന്ന് ഇംഗ്ലീഷിൽ വിളിച്ചു. അവൻ ഓടിപ്പോയി അടുത്ത ദിവസം തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു. ഇന്നും കാടിലൂടെ പോകുന്നവർ ബംഗ്ലാവിൻ്റെ ജനൽ വെളിച്ചം കണ്ടതായി പറയുന്നു. ഡ്രോണിൽ ഷൂട്ട് ചെയ്തവർക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഷാഡോസ്. ചിലർ പറയുന്നു മഴക്കാല രാത്രികളിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ. പക്ഷേ അവിടെ ഇന്ന് ഒരു മനുഷ്യനുമില്ല. ഇതൊരു മാനസിക രോഗത്തിൻ്റെ പ്രതിഫലനമാണോ, അതോ ഒറ്റപ്പെടലിൽ മരിച്ചുപോയ സ്ത്രീയുടെ ഇന്നും തീരാത്ത സാന്നിധ്യമോ? ബോണക്കാട് ബംഗ്ലാവ് ഇന്നും അവിടെയുണ്ട്. കാടിനുള്ളിൽ, മഴയുടെ ശബ്ദത്തിനിടയിൽ, പിയാനോയുടെ മങ്ങിയ ഓർമ്മയിൽ. അവിടെ ഇന്നും ആരോ കാത്തിരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക. ഇതുപോലെയുള്ള ഇന്ത്യയിലെ യഥാർത്ഥവും മറിഞ്ഞിരിക്കുന്നതുമായ ഭീകരകഥകൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.